സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഈ വർഷവും ഈ കൺവെൻഷൻ 5ാമത്തെ പ്രാവശ്യമായി ക്രമീകരിക്കുമ്പോൾ ഇവിടെ കർത്തൃദാസന്മാർ മാറി മാറി ഓർപ്പിച്ചതുപോലെ കുറേ നാളുകളായി ദേശത്തിൻ്റെ കാവലാളുകളെപ്പോലെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ജാഗരിക്കാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ എബനേസർ പ്രയർ ഗ്രൂപ്പിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, ഇതിൻ്റെ മുഖ്യ സംഘാടകർ, നിങ്ങളോട് എന്നെ കൂടി ക്ഷണിച്ച് എന്നിലൊരു ദൈവകൃപയുണ്ടെന്നറിഞ്ഞ് സഹകരിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ചതിന് ആ മുഖത്തിൽ തന്നെ എൻ്റെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മഹനീയമായിരിക്കുന്ന ഈ ആത്മീക യോഗത്തിൽ ഇന്ന് രാത്രി അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ ആശംസകൾ അറിയിക്കും. ഒപ്പം മഹനീയ സാന്നിധ്യം കൊണ്ട് യോഗത്തിന് അലങ്കൃതമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ കാനം സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പ്രിയ ജോസ് പച്ചാൻ, അതുപോലെ ഫിലദൽഫിയ ഗോസ്പൽ ചർച്ചിൻ്റെ അധ്യക്ഷനായി ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനായിരിക്കുന്ന പാസ്റ്റർ വിപിൻ അവറുകൾ, സാന്നിധ്യം കൊണ്ട് ഈ വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, മനോഹരമായിരിക്കുന്ന ആത്മീക ഗാനങ്ങൾ പാടി ഈ അന്തരീക്ഷത്തെ ആരാധന നിർവൃതമാക്കി തീർക്കുന്ന ക്രിസ്തുവിൽ സഹോദരനായിരിക്കുന്ന പ്രിയ യാക്കൂബും ടീമും അടങ്ങുന്ന ഗായക സംഘം, ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ തടിച്ചുകൂടിയിരിക്കുന്ന ദൈവമക്കൾ, ശബ്ദവീജിക്കകത്ത് ദൈവദിനം ശ്രവിക്കാൻ വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്ന ഈ നാട്ടിലെ ദൈവഭക്തരായിരിക്കുന്ന എല്ലാവരും, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ തുടർന്നുള്ള സമയം പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. ഓൺലൈനിലൂടെ ഒരുപാട് ദൂരത്തിരുന്ന് ഈ മീറ്റിങ്ങിൽ കോട്ടയം ജില്ലയിലെ പാമ്പാടിക്ക് സമീപമുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ ഭക്തരായ ദൈവമക്കൾ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് ലോകത്തിൻ്റെ വൻ നഗരങ്ങളിലിരുന്ന് കാണാൻ ആധുനിക സൗകര്യങ്ങളുടെ ക്രമീകരണത്തോടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, അത് വീക്ഷിക്കുന്ന, അതിൽ പങ്കാളികളാകുന്ന ദൈവമക്കളും ദൈവഭക്തരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെയും വന്ദനം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശ്രദ്ധയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലൊക്കെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പ്രൗഢമായിരിക്കുന്ന ഒരു ആത്മീക സദസ്സ് ഇവിടെയുണ്ട്. പാടാനും പ്രസംഗിക്കാനും അധ്യക്ഷത വഹിക്കാനൊക്കെ കർത്തൃദാസന്മാരും ദൈവമക്കളുമുണ്ട്. എന്നാൽ ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ യോഗത്തിനൊരു കാണാത്ത വശമുണ്ട്. നമ്മൾ സ്തോത്രം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വീക്ഷിക്കുകയും നമ്മുടെ കാതിലും കണ്ണിലും കേൾക്കപ്പെടുകയും കാണപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറം സുവിശേഷ യോഗത്തിൻ്റെ പ്രത്യേകത, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരന്തരീക്ഷം സുവിശേഷ യോഗത്തിനുണ്ട്. അതിനകത്താണ് വിജയമിരിക്കുന്നത്, അതിനകത്താണ് വിടുതലിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നാം ഇവിടെ സ്തോത്രം പറഞ്ഞും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ സ്തുതിച്ചും കർത്താവിൻ്റെ സന്നിധാനത്തിലിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ കണ്ണിന് വിധേയപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഇരിക്കുന്നിടത്ത് ആത്മമണ്ഡലം തുറക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. ഈ രാത്രി നാം ഇവിടെ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്തോത്രം, ഒരാൾക്കൂട്ടമല്ല, മറ്റിതര യോഗങ്ങളെക്കാൾ, മറ്റിതര സ്തോത്രം ശുശ്രൂഷകളെക്കാൾ, മറ്റിതര കൂടിവരവുകളെക്കാൾ സുവിശേഷ യോഗത്തിൻ്റെ ദൈവമക്കൾ ഒന്നിച്ചു കൂടിയാലുള്ള പ്രത്യേകത, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ കാണാത്തൊരു മേഖല തുറക്കപ്പെടും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ, തുടർന്ന് വചന ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സ്തോത്രമൊക്കെ ആവശ്യമാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവപാദപീഠത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച ദൈവത്തിൻ്റെ തിരുസഭയുടെ അംഗങ്ങൾ, കർത്തൃദാസന്മാർ, ഇവിടെ ഇരിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദി കരയറ്റി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം ആത്മതലത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ഇടയായി തീരും. അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഏതാ? നമ്മൾ ഒന്നിച്ചൊരു പ്രാർത്ഥന യോഗം വെച്ചാൽ, നമ്മൾ ഒരുമിച്ചൊരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്താൽ, വഴിയോരത്തോ ഇതുപോലത്തെ പബ്ലിക് സ്ഥലത്തോ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ഈ കാണുന്നതിനപ്പുറം മറ്റു ചിലത് നടക്കുന്നുണ്ട് എന്നതിന് തെളിവ് വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ഞാൻ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് അനവധി തെളിവുകൾ എൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിലും ഒരു തെളിവ് മാത്രം പറഞ്ഞ് വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് വളരെ പെട്ടത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ 12 അപ്പോസ്തലന്മാരെ കർത്താവ് കൂടെ കൊണ്ട് നടന്ന് അവരെ നാളേക്ക് വേണ്ടി ലോകത്തെ കീഴ്മേൽ മറയ്ക്കാൻ, ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം എത്താൻ വേണ്ടി അവരെ കർത്താവ് കൂടെ കൊണ്ട് നടന്നു. എന്നാൽ പെട്ടെന്ന് ആരോടും ചോദിക്കാതെ, കർത്താവിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പെട്ടെന്ന് 70 പേരെ
തെരഞ്ഞെടുത്തൊരു സംഭവം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്തോത്രം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. 70 പേരെ തെരഞ്ഞെടുത്തു. ഈരണ്ടായിട്ട് അയക്കുകയാണ്. സ്തോത്രം. കർത്താവിന് പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈരണ്ടായിട്ട് അയക്കുകയാണ്. 35 ടീമിനെ സജ്ജമാക്കി വേഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 70 പേരെ കർത്താവ് അയച്ചു. പലസ്തീൻ്റെ മുക്കുവ ഗ്രാമങ്ങളിലും മലമടക്കുകളിലും മലയോരങ്ങളിലുമായിരിക്കുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അവർ ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. പോകുന്ന നേരത്ത് കർത്താവ് പറഞ്ഞു വിട്ടു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയക്കുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ച് അഭിമാനമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി, കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അഭിമാനത്തിന് വേണ്ടി പറയാം, ലോക ചരിത്രത്തിൽ ചെന്നായ്ക്കട നടുവിലേക്ക് കുഞ്ഞാടുകളെ അയക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഇടയനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു മാത്രമാണ്. സ്തോത്രം. അവരോട് പറഞ്ഞു, നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കട നടുവിലേക്കാണ്. ഒരിടയനും അറിഞ്ഞുകൊണ്ട് ചെന്നായ്ക്കട നടുവിലേക്ക് കുഞ്ഞാടിനെ അയക്കുകയല്ല. സ്തോത്രം. പക്ഷേ യേശു പറഞ്ഞു, ഞാനാണ് നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കട നടുവിലേക്ക്. സ്തോത്രം. അവർ പോയിട്ട് മടങ്ങി വന്ന വിവരം സ്തോത്രം അതേ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ 70 പേർ മടങ്ങി വന്നു. എങ്ങനെ മടങ്ങി വന്നെന്ന് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ ചെന്നായി കൂട്ടത്തിന്റെ നടുവിലേക്ക് പോയിട്ട് മടങ്ങി വന്ന കുഞ്ഞാടുകളെ നോക്ക്. സ്തോത്ര. കൈ ഒടിഞ്ഞും മൂക്ക് മുറിഞ്ഞും രക്തമൊലിച്ചു അല്ല വന്നത്. പോയ 70 പേരും സന്തോഷത്തോടെ മടങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു ആത്മാവിലെ ദൂത് പങ്കടയോട് ദൈവമക്കളോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അയച്ചത് യേശുവാണെങ്കിൽ അവരെ സന്തോഷത്തോടെ മടക്കി വരുത്താൻ കർത്താവിന് കരുത്തുണ്ടെന്ന് ഈ പരസ്യ സ്ഥലത്ത് ആത്മബലത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ശക്തിയോടെ പറ. അയച്ചത് യേശുവാണെങ്കിൽ ഒരു മുറിവേൽക്കാതെ മടക്കി വരുത്തും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സ്വർഗം അത് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അയച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവട്ടെ. അവൻ്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കട്ടെ. ഏത് സംഘർഷം മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതെങ്കിലും അതിന് നടുവിൽ സൂക്ഷിപ്പാൻ കഴിവുള്ള യേശുവിനെ ഈ രാത്രികാലം ആവത് സ്തുതിക്കണം. കാരണം കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി കരേറ്റണം. അതുകൊണ്ട് ഈ രാത്രിക്കാലം ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്കുള്ള ഉറപ്പ് തരാം. നിങ്ങൾ പാർക്കുന്നിടത്ത് ദുഷ്ടശക്തികളോ അന്ധകാര വ്യാപാരങ്ങളോ ദുരാത്മശക്തികളോ ദുഷ്ടാരാധനകൾ നടത്തുന്നവരോ ആഭിചാര ശക്തികളോ ക്ഷുദ്രപ്രയോഗികളോ ആരൊക്കെ ഉണ്ടെങ്കിലും ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെ അയച്ചവനാണ് നിങ്ങളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നതെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആത്മാവിൽ ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്ന സമയത്ത് ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂത് ഇന്ന് രാത്രി ശക്തമായി ദൈവം വെളിപ്പെടുത്തുകയാണ്. അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ ഭയം കൂടാതെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പറ, ദൈവമാണ് എന്നെ അവിടെ ആക്കിയത്. വിഷയം അതല്ല. പക്ഷെ വരുന്ന ദൂതുകൾ ഒന്നും പിടിച്ചു വെക്കാതെ നിങ്ങൾക്ക് നേരെ തുറന്നു വിടുകയാണ് ഞാൻ. സ്തോത്രം. കേൾക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ആത്മമണ്ഡലം എന്ന് പറയുന്ന ഒന്നുണ്ട്, നമ്മൾ കാണാത്ത തലമെന്ന്. ഹല്ലേലൂയ. സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. നിങ്ങൾ ഓർത്ത് നോക്കേ, നിങ്ങൾ ടീം വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമായിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വൻപിച്ച നഷ്ടമാണ്. എന്നാൽ സുവിശേഷവേലയുടെ പങ്കാളികളായി കർത്തൃദാസന്മാരുടെ കൂടെ അല്ലാത്ത പ്രത്യേക സമയത്തൊക്കെ വീടുകളിൽ കയറുകയും ടീം വർക്കിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്. സ്തോത്രം. ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ശ്രേഷ്ഠ ദൈവദാസന്മാരുടെ കൂടെ ഭവന സന്ദർശനത്തിന് വേണ്ടി സ്തോത്രം ഓണവാര ക്യാമ്പിനും മറ്റു ശുശ്രൂഷകളുടെ നടുവിലൊക്കെ ശ്രേഷ്ഠരാരുടെ കൂടെ 2 പേരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്തോത്രം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. പോയിട്ട് എന്തായി, സ്തോത്രം, എത്ര വീടുകളിൽ കയറാൻ പറ്റി, ആരൊക്കെ നിങ്ങളെ സ്വീകരിച്ചു, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സാധാരണ പറയാറുണ്ട്, വലിയ സന്തോഷമായിരുന്നു, ഞങ്ങളെ വിളിച്ച് കയറ്റി ഇരുത്തി നാരങ്ങ വെള്ളം തന്നു, സ്തോത്രം, ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് പറയാറുള്ളത്. സ്തോത്രം. പക്ഷേ ഇവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് കുഴലപ്പം തന്നു, അച്ചപ്പം തന്നു എന്നല്ല പറഞ്ഞത്. ഇവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി.
അതിനർത്ഥം എന്താ? വേദപുസ്തകം പഠിപ്പിക്കുന്ന കർത്തൃദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ അന്ന് വരെയും ഭൂതങ്ങൾ കീഴടങ്ങുന്ന ചരിത്രമില്ല. ദാവീദൊക്കെ കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേൽ നിന്ന് ഭൂതം ഇച്ചിരി നേരം മാറി നിൽക്കും. സ്തോത്രം. കിന്നരം താത്തി വെച്ച പിന്നെ വന്നു കയറും. അതായിരുന്നു. എന്നാൽ യേശുക്രിസ്തു 70 പേരെ അയക്കുമ്പോഴാണ് മാനവ കുടുംബത്തെ തകർക്കാൻ വേണ്ടി കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട സിംഹത്തെ പോലെ അടരാടി വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ 70 പേരെ അയച്ചപ്പോൾ കീഴടങ്ങാൻ തുടങ്ങി എന്നുള്ള വാർത്ത അവരെ സംബന്ധിച്ച് ആശ്ചര്യമായിരുന്നു. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ആത്മാവ് ചില വസ്തുതകൾ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 70 പേരെ ഈ രണ്ടായിട്ട് അയച്ചപ്പോൾ അവരെ അയച്ചത് യേശുവാണെങ്കിൽ അവര് ചെന്ന് കാലുകുത്തിയപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങിയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വലിയ യോഗത്തിന്റെ നടുവിൽ അന്ധകാര ശക്തികൾ കീഴടങ്ങണോ? നിങ്ങളുടെ കുടുംബത്തിലോ, നിങ്ങളുടെ ജീവിത പങ്കാളിയിലോ, നിങ്ങളുടെ കൂട്ടായ്മയിലോ, നിങ്ങളുടെ ദേശത്തോ, എവിടെ തന്നെയാണെങ്കിലും എത്ര പേർ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറയും, ഈ രാത്രി ചില വിഷയങ്ങൾ കീഴടങ്ങുന്ന രാത്രിയായി മാറാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഈ യോഗത്തിന്റെ ഇന്ന് രാത്രി എന്ത് നടക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറയാം. നിനക്ക് ചരിത്രത്തിൽ കീഴടങ്ങാത്ത ചില വിഷയങ്ങൾ, പിതൃപാരമ്പര്യം മുതൽ ഇന്ന് വരെ ഒതുങ്ങാത്ത ചില വിഷയങ്ങള് സ്വർഗം ഇന്ന് രാത്രി അടക്കാൻ ഒതുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ ആത്മശക്തിയോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മ നിറവോടെ സ്വർഗത്തിലെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രികാലം പറ, നിനക്കടക്കാൻ കഴിയാത്തത് നിന്നെ ദൈവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകണം. 4 യോഗത്തിൽ ഇരുത്താനല്ല വിളിച്ചത്. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന സകല വ്യാപാര ശക്തികളെയും ഇന്ന് രാത്രി കീഴടക്കാൻ സ്വർഗം ഈ രാത്രി ഇവിടെ വേദി കെട്ടിയിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ 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 യേശുവിന്റെ നാമത്തിൽ ചില ചീത്ത രോഗങ്ങൾ, ചില ചീത്ത സ്വഭാവങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങണം. യോഗം ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് എത്ര പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു? സ്വർഗം ഈ രാത്രി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങുകയാണ്. ഇന്ന് വരെ ചരിത്രം കാണാത്ത ചില കീഴടങ്ങലുകൾ യേശു വന്നപ്പോൾ, യേശു നിയോഗിച്ചപ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി ഒരു നിയോഗം ആഗ്രഹിക്കുന്നുണ്ട്? അവരിന്ന് രാത്രി സ്തോത്രം ചെയ്ത് പ്രാപിച്ചോളണം. എന്റെ ദൈവം പറയുന്നു, നിന്നെ നിയോഗിച്ചയക്കാനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ യോഗത്തിനൊരു ഓളം ഉണ്ടാകാൻ വേണ്ടി പറയല്ല, വിശ്വസിക്കുന്നവരോട് പറയാം, കർത്താവ് നിന്നെ പ്രത്യേക ഒരു അഭിഷേകം കൊണ്ട്, ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇതൊരു മിനിസ്ട്രി ഓറിയന്റഡ് സ്വതന്ത്ര കോൺഫറൻസ് അല്ല, ഇതൊരു പരസ്യ കൺവെൻഷൻ ആണ്. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് 70 പേരെ അയച്ചതുപോലെ ചിലരെ ദൈവം തൊട്ട് പറയുകയാണ്, ചില ശക്തികളെ കീഴ്പ്പെടുത്താൻ ദേശത്ത് വ്യാപരിക്കുന്ന. നീ ഒരു പ്രയർ ഗ്രൂപ്പായിട്ട് നിൽക്കുകയല്ല, ഒരു പ്രാർത്ഥനക്കാരനായി നിൽക്കുകയല്ല, അടുത്ത ലെവലിലേക്ക് സ്വർഗം നിന്നെ അഭിഷേകം ചെയ്യാൻ ഈ വേദി ഉപയോഗിക്കാൻ പോകുകയാണ്. സന്തോഷത്തോടെ അടങ്ങത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന വെല്ലുവിളികൾ, ഒതുങ്ങത്തില്ലെന്ന് പോരാടുന്ന ശക്തികൾ, നിനക്ക് മാറ്റാൻ കഴിയത്തില്ലെന്ന് നിരാശപ്പെടുത്തുന്ന ശക്തികളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പതിവിലപ്പുറം ആഘോഷമാക്കി മാറ്റാൻ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കരുത്. സ്വർഗം ഇതിനകത്ത് വലിയവ ചെയ്യാൻ പോകുകയാണ്. വിശുദ്ധന്മാർ ആരാധിക്കുമ്പോൾ, ദൈവജനം ഒന്നിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, ആദ്യമായി ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാനൊരു സഹോദരനെ പോലെ ഉപദേശിക്കാം. ആരാധിക്കുന്നവരുടെ കൂടെ ചേർന്നോ, സ്തോത്രം പറയുന്നവരുടെ കൂടെ ചേർന്നോ, നിന്നെ കൂടെ അനുഗ്രഹിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാകയാൽ
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൂരത്തോ ചാരത്തോ എവിടെ നിന്നാലും കാഴ്ചക്കാരുടെ കൂടെ നിൽക്കരുത്, പരീക്ഷ മനസ്സുള്ളവരുടെ കൂടെ നിൽക്കരുത്, വിമർശകന്മാരുടെ കൂടെ നിൽക്കരുത്. നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ കടലിളക്കുന്നത് പോലെ ഇളക്കുന്ന വിഷയങ്ങളെ ഒതുക്കിയിട്ട് നിന്നെ മനുഷ്യനാക്കി മാറ്റാൻ, വിശുദ്ധനാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയോഗം സാധാരണക്കാരുടെ മേൽ ഇന്ന് രാത്രി അത് ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു, അതുപോലെ വിളിച്ചു പറയുന്നു. ആരുടെ മേലത് വന്ന് വീഴുന്നോ അവർ ഇന്ന് രാത്രി മുതൽ ആള് മാറുകയാണ്. ഹല്ലേലൂയ. സ്വർഗം അത് ചെയ്യട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി കാണായി വരട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായി കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തേരെ. സ്തോത്രം. സന്തോഷത്തോടെ മടങ്ങി, ആശ്ചര്യത്തോടെ. അതുവരെ മാനവ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. സ്തോത്രം. ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. അതാണ് അവർ ഹൈലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. യേശു അത് കേട്ടിട്ട് മറുപടി പറഞ്ഞതിടത്താണ് ഞാൻ പറഞ്ഞു തുടങ്ങിയ രഹസ്യം കിടക്കുന്നത്. ഏത്? ഒരാത്മീക യോഗത്തിനോ ആത്മതലത്തിനോ കാണാത്തൊരു വശമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം കിടക്കുന്നത് യേശുവിൻ്റെ മറുപടിയിലാണ്. യേശുക്രിസ്തു അത് കേട്ടിട്ട് പറയുകയാണ്, ഞാൻ കണ്ടു. എന്ത് കണ്ടു? നിങ്ങൾ പോകയിൽ സാത്താൻ മിന്നല് പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതിനർത്ഥം 70 പേര് കാണാത്ത ഒരു സംഭവം അവിടെ നടന്നു. അത് അവര് കണ്ടില്ല, യേശു കണ്ടു. അവര് കണ്ടത് ഭൂതങ്ങൾ വിട്ടുപോയതാണ്. പക്ഷെ യേശു കണ്ടത് താഴെ ഭൂമിയിൽ ഭൂതം വിട്ടതല്ല, മോളിൽ ആകാശത്തിൽ സാത്താൻ വീണതാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ നാട്ടിൽ യോഗം നടക്കുമ്പോൾ കോട്ടയത്തിന്റെ അന്തരീക്ഷത്തിൽ, പാമ്പാടിയുടെ അന്തരീക്ഷത്തിൽ അടരാടി നിൽക്കുന്ന, സിംഹാസനമിട്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇത്രയും പേർ യേശുവിന്റെ നാമം പറഞ്ഞ് നടന്നപ്പോ താഴെ വീണെങ്കിൽ ഇത്രയും പോന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ദൂതിന്റെ കൂടെ നിന്ന് പറ്റുമോ? ഇന്ന് രാത്രി നിന്റെ വിജയത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ഈ രാത്രികാലം ഞാൻ തുടക്കത്തിലെ ഒരു രാത്രികാലം ഈ യോഗത്തിന്റെ അന്തരീക്ഷത്തെ കൈയടക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്ന് രാത്രി ചിലതിന്റെ അടിത്തറ ഇളക്കി താഴെ വീഴും. മിന്നല് പോലെ ഒരിക്കലും ഇളകില്ലെന്നും ഒരിക്കലും മാറില്ലെന്നും ഒരിക്കലും വീഴില്ലെന്നും പറഞ്ഞു വാദിക്കുന്നു വ്യാപാര ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ നോട്ടം വീണിട്ടുണ്ട്. ഈ യോഗം ഒരു ഭാഗ്യയോഗമാണ്. അതിന്മേൽ ദൈവ കൃപ ഇറങ്ങുകയാണ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ, കരമടിക്കുന്ന കൂടെ പ്രാർത്ഥിച്ചോ, അന്യഭാഷ പറയുന്ന കൂടെ പ്രാർത്ഥിച്ചോ. ദൈവമേ, ഇന്ന് ചിലതിന്റെ വേര് പറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിടാവൂ. ഇന്ന് ചില എനിക്കറിയില്ല അത് വിശദീകരിക്കാൻ. ഇന്ന് രാത്രിക്കാലം നിന്റെ കുടുംബത്തിന്റെ മീതെ സിംഹാസനമിട്ടിരിക്കുന്ന ഒരു ശക്തി, അധികാരം ചെലുത്തുന്ന ഒരു പോരാട്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഇവിടെ ഉള്ളത് കൊണ്ട് വിശുദ്ധന്മാരുടെ കൂടി ചിലതിന് വെട്ടി താഴെയിടണം. കൃപാന സഥേനിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മഹത്വം വെളിപ്പെടട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. തുടർന്ന് വചനം വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ദുഷ്ടശക്തികൾക്ക് ഇരിക്കാൻ കഴിയാതെ ആകട്ടെ. മനസ്സ് കുരുടാക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അകന്നു പോട്ടെ. ഒരിക്കലും മനുഷ്യനിലേക്ക് മടങ്ങി വരാതിരിക്കട്ടെ. യേശുവിന്റെ നാമം മഹത്വം എടുക്കട്ടെ.
നന്ദി, 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 നന്ദി. കരങ്ങൾ സ്തോത്രം അടിച്ച് കണ്ണുകൾ അടച്ച് ഒരു 30 സെക്കൻഡ് കൂടെ എല്ലാവരും സ്തോത്രം ചെയ്യും. പറഞ്ഞത് ഗ്രഹിച്ചവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. സ്വർഗത്തിൽ അടങ്ങാത്തവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഉദ്ദേശം, നിങ്ങളെ 2 പേരെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ ഭാവനയിൽ കാണുകയാണ്, ഇമേജ് ചെയ്യുകയാണ്. ആ 70 പേരിൽ ഞാനും ഈ ഇരിക്കുന്നത് കർത്തൃദാസനുണ്ടെന്ന് വിചാരിക്കുക. അല്ലയോ ദൈവദാസ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ദൈവദാസനും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. സഹോദരി, നീയും നിന്റെ ഭർത്താവും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യേശു നിന്നോട് പറയും, നിനക്കറിയാൻ വയ്യാത്തൊരു രഹസ്യം നിന്നെ വിളിച്ചതിനകത്തുണ്ട്. നിന്നെ കൊണ്ട് ചിലതിന് താഴെ വീഴിക്കണം. അതിന് നീ ഇറങ്ങിയേ പറ്റൂ, നീ പോയേ പറ്റൂ. ഇന്ന് രാത്രികാലം സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ വിളിക്കുകയാണ്, ഞാൻ നിന്നെ വിളിക്കുകയാണ്. ആരോടാ ദൈവം പറയുന്നത്? നിന്റെ കുടുംബ ശാപങ്ങൾ തീർക്കാൻ, നിന്റെ ഗതികേട് മാറ്റാൻ, നിന്റെ തലമുറയെ മടക്കി വരുത്താൻ, നിന്റെ ജീവിതം മാറി മറയാൻ ഞങ്ങളെ 2 പേരെ വിളിച്ചിരിക്കുകയാണെന്ന് കുടുംബങ്ങളെ നോക്കി പറയുമ്പോൾ അത് സ്തോത്രത്തോടെ സ്വീകരിച്ചു. 2 പേർ ഐക്യമെത്തിയപ്പെട്ടാൽ രണ്ടുപേർ ഐക്യമത്തിക്കെട്ടാൽ ഈ റോട്ടിലൂടെ നടന്നാ മതി ബ്രദറെ. നിങ്ങളുടെ ശുശ്രൂഷ മാറുക. നിങ്ങളൊരു വീട്ടിൽ കയറിയാ മതി. ഇന്നു മുതൽ ആ ലെവല് മാറട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. കർത്താവിന്റെ കൃപ ഈ പുതിയ സംവത്സരത്തിൽ കൃപയുടെ പുതപ്പ് മാറി അണിയിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗം ഇടപെടുന്ന മനോഹര നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് ഉണർത്തിയല്ലോ, അങ്ങയുടെ ആത്മാവിനെ ശക്തമായി പകർന്നല്ലോ. തുടർന്ന് കർത്താവിൻ്റെ അനുവാദത്തോടെ ഞാൻ ദൈവത്തിൻ്റെ വചനം തുറക്കുക. വിചാരിക്കാത്ത ഭയങ്കര വ്യാഖ്യാനങ്ങൾ സ്വർഗം ഇന്ന് രാത്രി വെളിപ്പെടുത്തണമേ. വചനം വെളിപ്പെട്ടു വരുമ്പോൾ കാട്ടിൽ നിന്ന് ഇരപിറിക്കാൻ ഇറങ്ങിയ സിംഹത്തെ പോലെ പങ്ങട ദേശത്തേക്ക് ദൈവത്തിൻ്റെ വചനത്തെ തുറന്നു വിടണമേ. ഇവിടെ വന്നില്ലെങ്കിലും ചില വീടുകളിൽ ഇടിച്ചു കയറണമേ. ആളെ പിടിച്ചോണ്ട് ഇവിടെ വരണമേ. യേശു അത് ചെയ്യാൻ ശക്തനാണ്. വചനം ചെന്ന് ചിലരെ പിടിച്ചോണ്ട് വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ പുൽപ്പിറ്റിൽ നിന്ന് വചനം അയക്കണമേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ചിലരുടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സന്തോഷം ഞാൻ ഇരിക്കുന്നവരെ കാണണം. സ്തോത്രം. എങ്കിലേ ദൈവസന്നിധിയിൽ പ്രകാശനങ്ങൾ ലഭിക്കുകയുള്ളൂ. സ്തോത്രം. ഒരുമിച്ച് നമ്മൾ ഇന്ന് രാത്രിയിലെ ഈ പ്രദേശത്തോടുള്ള, ഇവിടെ വന്നിരിക്കുന്നവരോടുള്ള ദൈവിക ദൂതിനാധാരമായി റോമാലേഖനത്തിലൊരു വാക്യമാണ് വായിക്കുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഉച്ചഭാഷണി കൂടെ വായിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. വായിച്ച് കേൾപ്പിക്കും. ദയവായി ബൈബിൾ നിവർത്തി നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാര് യൗവനന്മാര് ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. മതി. സ്തോത്രം. ശ്രദ്ധിക്കുക. വാക്യം ഇങ്ങനെയാണ്. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. പൗലോസ് അപ്പോസ്തലന്റെ ഈടുറ്റ ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ ഉള്ളടക്കം ദൈവം മനുഷ്യനെ, പാപിയായ മനുഷ്യനെ സൗജന്യമായി നീതീകരിക്കുന്നു എന്ന സുവാർത്ത ലോകത്തെ അറിയിക്കാൻ വേണ്ടി ദൈവം പരമേൽപ്പിച്ച കർത്തൃദാസനാണ് ധന്യനായ പൗലോസ്ലീഹ. ഇന്നത്തെ പോലെ ആധുനിക മീഡിയകളില്ലാത്ത, ടെലിവിഷൻ ഇല്ലാത്ത, യൂട്യൂബ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, സ്തോത്രം, ഇങ്ങനത്തെ മീഡിയകളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ എഴുത്തു മാത്രമേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ലോകത്തോട് ദൈവം മനുഷ്യൻ്റെ പാപം എഴുതിത്തള്ളുന്നു, നീതീകരിക്കുന്നു. ലോകം കേൾക്കേണ്ട ഏറ്റവും ശക്തമായ സുവാർത്തയാണ് റോമാലേഖനത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ ദൈവമക്കളോട് ഒരിക്കൽ കൂടി പറയാം. സ്തോത്രം. ലോകം കേട്ട വാർത്തകൾ, വലിയ വലിയ വാർത്തകളൊക്കെ സ്തോത്രം ലോകം കേട്ടിട്ടുണ്ട്. എന്നാൽ ലോകം അറിയേണ്ട ഏറ്റവും വലിയ വാർത്ത, മനുഷ്യനറിയേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിനിരിക്കാം. ഹല്ലേലൂയ. എൻ്റെ ഗുണം
ഇതിനകത്തിരിക്കുന്ന എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം. നിങ്ങൾ കാലം മറ്റെന്തിനേക്കാൾ ദൈവത്തെ സ്തുതിച്ചേനെ. ഈ രാത്രി നമ്മളായി മാറിയത് പാപച്ചുമട് നമ്മളിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ പറ്റിയ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ സ്തോത്രം വാഗൊണ്ട് ഏറ്റു പറയുന്നവന്റെ സകല പാപവും ദൈവം എഴുതി തള്ളുന്നു. അതിന് ഒരു കോടതി എന്ന വാക്ക്, ആ വാക്കിനെ കേന്ദ്രീകരിച്ചു ലേഖനത്തിൻ്റെ സ്തോത്രം ഇതിൻ്റെ ഉള്ളടക്കം വിരിഞ്ഞ് പൗലോസ് ഈ കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടി അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഈ ലേഖനം പിന്നീട് സ്തോത്ര കാനോനികമായി എഴുതപ്പെടുകയും കൊച്ചു കേരളത്തിൽ പാമ്പാടിയിൽ നമ്മുടെ ഇരിക്കുന്ന ബൈബിളിനകത്ത് നമ്മുടേതായി വന്നു. പക്ഷേ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീതീകരണം ആവശ്യമാണോ മനുഷ്യന്, നീതീകരണം ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് സമർത്ഥിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് സ്തോത്രം ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായിട്ടെടുത്തത്. ചോദ്യം നിങ്ങൾ കണ്ടോ? ചോദ്യം ഇതാണ്: ആകയാൽ എന്ത് നമുക്ക് വല്ല വിശേഷതയുമുണ്ടോ? സ്തോത്രം. ബൈബിളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബൈബിളിലെ ചോദ്യങ്ങൾ ഈടുറ്റ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനോട് മനുഷ്യൻ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ പുതിയ നിയമത്തിനകത്തുണ്ട്. സ്തോത്രം. കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ മാത്രമൊന്ന് അടുക്കിപ്പെറുക്കി എടുത്തിട്ട് പഠിക്കാൻ നോക്കിയാൽ തന്നെ ഒരായുസ് പഠിച്ചാൽ തീരെയല്ല. സമയമുള്ളവർ, സന്ദർഭമുള്ളവർ 4 സുവിശേഷങ്ങൾ വായിച്ചാൽ മതി. 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിന് മറുപടി കൊടുക്കേണ്ട ചില ചോദ്യങ്ങൾ കർത്താവിനോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കൊരു കൊച്ചു ബുക്ക്ലെറ്റായിട്ടെങ്കിലും അടിച്ചിറക്കി നാട്ടിൽ 1000 കോപ്പി കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ ആത്മാക്കൾ വിടിവിക്കപ്പെടും. കാരണം വെറുതെ TV ചാനലിനകത്തൊക്കെ ഇരുന്ന് വൈകുന്നേരം ചോദിക്കുന്ന വെറുതെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങളല്ല, മനുഷ്യൻ അറിയേണ്ട ചോദ്യങ്ങൾ യേശുവിനോട് മനുഷ്യൻ ചോദിച്ചു. 1-2 ഞാൻ സാമ്പിൾ പറയാം. യഹൂദന്മാരിൽ നിന്ന് റബ്ബിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് ഓടി വന്ന് വീണിട്ട് ചോദിച്ചു, ഗുരു ാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം നിങ്ങൾ സർക്കാർ ഓഫീസിൽ പോയി ചോദിച്ചാൽ അവരെന്ത് പറയും? മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ ഡോക്ടറോട് ചോദിച്ചാൽ ഒരാളെ ലോകത്തിൽ വന്നിട്ടുള്ളൂ, അത് യേശു മാത്രം. ഇതിന് മറുപടി പറയാൻ യോഗ്യൻ ഒരുവനേ ഉള്ളൂ, യേശു. യഹൂദന്മാരുടെ റബിയാണ്, ആർക്കോൺ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ചെറുപ്പക്കാരനാണെങ്കിലും റബിമാർക്ക് ക്ലാസ് കൊടുക്കുന്ന, റബിമാരെ പഠിപ്പിക്കുന്ന റബിയാണ്. തങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്ന മതമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളുമുള്ള ദൈവം അവരുടേതാണ്, വാഗ്ദത്തങ്ങൾ അവരുടേതാണ്, ആലയം അവരുടേതാണ്, പിതാക്കന്മാർ അവരുടേതാണ് എന്ന് അവകാശപ്പെടുന്ന റോമാലേഖനം 9:4 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പുത്രത്വമടക്കം ഞങ്ങളുടെ സ്വന്തമാണ്, ബാക്കിയുള്ളവരെല്ലാം നരകത്തിൻ്റെ ആ മതത്തിൻ്റെ പ്രതിനിധിയായി വന്ന ഒരു മേലാളനാണ് ചോദിച്ചത്. സ്തോത്രം. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനർത്ഥം എന്താ? ഈ മതത്തിൽ പതിറ്റാണ്ടുകൾ നിന്നിട്ടും എനിക്ക് നിത്യജീവൻ കിട്ടിയിട്ടില്ലെന്നല്ലേ ആ പുള്ളിയുടെ ചോദ്യത്തിന്റെ അർത്ഥം? ചോദിക്കാൻ അദ്ദേഹം എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അവരോട് ആരോടും ചോദിക്കാതെ മനസ്സിൽ കൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവനോടാണ് ചോദിച്ചത്. അപ്പം ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. എല്ലാ ചോദ്യവും എല്ലാവരോടും ചോദിക്കരുത്. ചില ചോദ്യങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാവൂ. അതിന് മറുപടി ലോകം തരികേല, മതങ്ങൾ തരികേല, മത നേതാക്കൾ തരികേല, സ്തോത്രം, സമുദായം തരികേല. അതിന് മറുപടി ദൈവം മാത്രമേ തരുള്ളൂ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം തുറന്നായിരിക്കുന്നതെങ്കിൽ ഈ ചോദ്യം നിങ്ങളെ ബാധിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം, നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് അന്വേഷിക്കാതെ ഈ മണ്ണ് വിട്ട് പോകരുത്. അത് അപകടമാണ്, നഷ്ടമാണ്. സ്തോത്രം. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരാതെ സ്തോത്രം സൗജന്യമായി, കാലം അതല്ലേ, വീട്ടിലിരുന്നുകൊണ്ട് 150 പ്രസംഗം കേൾക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ചങ്കിന് നേരെ ഞാൻ ഈ ചോദ്യം തൊടുത്തു വിടുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അറിയണം, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലത്തെ വൻപൻ ചോദ്യങ്ങളാണ് കർത്താവിനോട് ആളുകൾ ശിഷ്യന്മാർ ചോദിച്ചത്, പരീശന്മാർ ചോദിച്ചത്, യഹൂദന്മാർ ചോദിച്ചത്.
സ്തോത്രം. പിന്നെ സ്തോത്രം, ഇവിടെ മനുഷ്യൻ ചോദിച്ചത്, ബുദ്ധിമുട്ടുള്ളവർ ചോദിച്ചത്, അങ്ങനെ ഒത്തിരി പേർ ചോദിച്ചത്, പറ്റുമെങ്കിൽ കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ശേഖരിച്ച് അതിനെക്കുറിച്ച് ബുക്കാക്കാൻ നോക്കുക. സ്തോത്രം. ഒരായുസ് കൊണ്ടത് പഠിച്ച് തീരുമ്പോഴേക്കും നിങ്ങളിൽ ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റും. നല്ല ദൈവദാസന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. കഴിവും കരുത്തുള്ളവർ. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരികയാണ്. പറ്റുവാണെങ്കിൽ പ്രിയ ജോയ് സാറിനൊക്കെ പറ്റുമെങ്കിൽ ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ സ്വർഗം വിശ്വസ്തനാണ്. ഇപ്പം ലോകമറിയേണ്ട ചോദ്യങ്ങൾ 3250 പരം ചോദ്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ടെന്ന് പറയുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവം മനുഷ്യനോട് ചോദിച്ചത്, മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചത്, പിശാച് മനുഷ്യനോട് ചോദിച്ചത്. സ്തോത്രം. ഇങ്ങനെ 3250 കൂടുതൽ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യശേഖരത്തിനകത്ത് പൗലോസ് എഴുത്തുകാരൻ ആരോടെന്നില്ലാതെ മനുഷ്യ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ് ഈ രാത്രി യോഗത്തിൻ്റെ ആധാരവാക്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ആകയാൽ എന്ത്? നമുക്ക് വല്ല വിശേഷതയുണ്ടോ? ചോദ്യകർത്താവ് തന്നെ മറുപടി പറയുന്നു, അശേഷമില്ല. ഈ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഗ്രഹിക്കണം. റോമാലേഖനത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സഭയോടാണ് ചോദിച്ചെന്ന് വിചാരിക്കരുത്. സഭയോട് പറയുകയാണ് ആകയാൽ എന്ത് നമുക്ക് വല്ല വിശേഷത്തിനുണ്ടോ? നമ്മൾ സഭ തിരിച്ചു പറയുക, നമുക്കൊരു വിശേഷതയില്ലെന്ന് പറയുവാണെങ്കിൽ പിന്നെ നമ്മൾ യോഗം നടത്തണം. നമുക്ക് വിശേഷത ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ചോദിക്കില്ലേ, ഒരു വിശേഷത ഇല്ലാത്ത നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കില്ലേ നാട്ടുകാർ? നമ്മൾ വിശേഷത ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. വന്ന് ദൈവത്തെ ആരാധിക്കാൻ. അപ്പം ഇത് സഭയോട് ചോദിച്ചതല്ല. പൗലോസ് ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ്. ഇന്ന് 850 കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. അന്നത്രയും ജനസംഖ്യയില്ല. എന്താണെങ്കിലും ആണും പെണ്ണുമായി വിവിധ മതങ്ങളിലായി ലോകത്തിൻ്റെ വിരിമാറിൽ ജനിച്ച് വളർന്നു വന്ന സകല മനുഷ്യൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മനുഷ്യനെ സ്തോത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ആകയാൽ എന്ത് നമുക്ക്? അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴോടെ ചിത്രം ക്ലിയർ ആകും. ആകയാൽ എന്ത്? മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? പൗലോസ് തന്നെ പറയുകയാണ്, അശേഷമില്ല. സ്തോത്രം. പാമ്പാടിക്കാരോട് നിങ്ങൾക്കൊരു വിശേഷതയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ നിങ്ങൾ എന്നെ വിടൂ. കാരണം സ്തോത്രം, എന്തോരം വിശേഷതയുള്ള മനുഷ്യന് വിശേഷതയുള്ളത് കൊണ്ടല്ലേ പാസ്റ്ററെ സ്തോത്രം ഇത്രയും സൂപ്പർ സോണിക് യുഗത്തിലേക്ക് വന്നത്. മനുഷ്യന് വിശേഷത ഉള്ളത് കൊണ്ടല്ലേ ചന്ദ്രനിലേക്ക് സ്തോത്രം നമ്മൾ ചന്ദ്രയാനെ അയച്ചത്. മനുഷ്യന് വിശേഷത ഉള്ളത് കൊണ്ടല്ലേ കൊറോണയ്ക്ക് വാക്സിൻ കണ്ടെത്തിയത്. സ്തോത്രം. മനുഷ്യന് വിശേഷത ഉള്ളത് കൊണ്ടല്ലേ സയന്റിഫിക് ആയിരിക്കുന്ന പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടത്. പണപരമായിട്ടും തൊഴിൽപരമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ മനുഷ്യന് വിശേഷതയുണ്ട്. പക്ഷെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിശന്റെ വിശേഷത മടക്കിത്തരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ദൈവപുത്രനായ ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരികയാ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലെ ചെറിയൊരു തടിപ്പ് മാറ്റാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്നവനല്ല. സ്തോത്രം. നിന്റെ കൊച്ചിന് 4 മാർക്ക് കുറഞ്ഞു, അത് വീട്ടിൽ വന്നിരുന്ന് 5 മാർക്ക് കൂട്ടിത്തരാൻ വേണ്ടി വന്നവനല്ല. വിശേഷത മടക്കിക്കൊണ്ട് വരുവാൻ ചരിത്രത്തിൽ അവതരിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അതിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ തുടങ്ങിയോ? സ്തോത്രം. ജീവിച്ചിരുന്നിട്ടൊരു വിശേഷതയില്ല, ഒരു ജന്മം കൊണ്ടൊരു വിശേഷതയില്ല, ഒരു സാധ്യതയില്ല, മക്കളെ ജനിച്ചു വളർത്തിയിട്ടൊരു വിശേഷതയില്ല എന്ന് തോന്നാൻ തുടങ്ങി ആരെങ്കിലും ഈ പരിസരത്ത് ഇരുട്ടിൽ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി ഈ പ്രസംഗം ഇവിടെ പ്രസംഗിക്കാൻ പറയുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ഈ രാത്രി നിങ്ങൾ തിടുക്കം കൂട്ടാതെ ഒരാവുന്നുണ്ട്. ആരെങ്കിലും മനസ്സ് വെച്ചാൽ അവരെ ഇന്ന് രാത്രി വിശേഷതയുള്ളവനാക്കും. ഒരു വിശേഷതയും ഇല്ലെന്ന് തോന്നുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ജീവിച്ചിരുന്നിട്ട് ഒരു വിശേഷതയില്ല. വിശേഷത എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായി. ഒരു ഗുണമില്ല. നമ്മുടെ നാടൻ ഭാഷ അങ്ങനെ തോന്നുമ്പോൾ
എന്താ പറയുക, കുടുംബജീവിതം കിട്ടി 5 കൊല്ലം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് കുടുംബ കോടതിയിലേക്ക് വക്കീലിനെ പിടിച്ച് കേസിന് പോകുന്നത്? ഒന്നുകിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് തോന്നി ഇവക്കടെ കൂടെ ജീവിച്ചിട്ട് ഒരു വിശേഷതയില്ല, അല്ലെങ്കിൽ ഇവന്റെ കൂടെ അത് തോന്നി, ആ മാറ്റുകയല്ല, ആ സ്ഥിതി മാറ്റുന്ന ഒരുവനുണ്ട്. അതിന്ന് രാത്രി വളരെ വളരെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു, വേറെ ദൂത് മാറ്റി പറയണ്ട, പങ്ങടെ ഇത് പറഞ്ഞാ മതി, ഞാൻ ചിലരുടെ വിശേഷത മാറ്റിയിട്ടേ പോകത്തുള്ളൂ എന്ന് സ്വർഗം ഇന്ന് രാത്രി അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തക്കാരുടെ ദേശക്കാരുടെ നടുവിൽ നാണം കെട്ടുപോയി എന്ന് വിചാരിച്ച് തലകുനിച്ച് പുറത്തിറങ്ങാൻ അവരോട് പറയുന്നു, നിന്റെ വിശേഷത വെളിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം കണ്ടുവെച്ചൊരു യോഗമാണിത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു, നിന്റെ വിശേഷത ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുന്നു, ഞാൻ ഈ പറയുന്ന പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ വേദപുസ്തക പരിചിതരായിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ത്തിനകത്ത് യേശു പറഞ്ഞു, സ്തോത്രം, ആകാശത്തിലെ പറവകൾ എത്ര വിശേഷതയുള്ളവർ. സ്വന്തം രക്തബന്ധങ്ങൾ പോലും നിന്നെ ആക്ഷേപിച്ച് കളിയാക്കി നിന്നെ കൊണ്ടൊരു ഗുണമില്ലെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ സൃഷ്ടിച്ചവൻ പറയുന്നു, അവര് പറയുന്നത് വിശ്വസിക്കരുത്, തലക്ക് മീതെ പറന്നു പോകുന്ന പറവ പോലെ അല്ല നീ, അവയേക്കാൾ വിശേഷതയുള്ളവനാണ്. ആ തോന്നലിലേക്ക് ഇന്ന് രാത്രിക്കാലം ചിലരെ ദൈവം നയിക്കുകയാണ്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മലയിറങ്ങി പോകുമ്പോൾ തല കുനിച്ചു പോകരുത്. ഇതെന്റെ അഭിപ്രായമല്ല, മഹാദൈവത്തിന്റെ തിരുഹൃദയം അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നു നീ ഈ നാട്ടിൽ വിശേഷതയോടെ ജീവിക്കണം. എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം സമയപരിധിക്കകത്ത് എന്ന് പറഞ്ഞു തരാം. അംഗീകരിക്കാമെങ്കിൽ ജനുവരി 6-ാം തീയതി നിങ്ങളുടെ ചരിത്രം മാറുന്ന രാത്രിയായിരിക്കും. സ്വത്രാലും നിന്റെ അപമാനം മാറുന്ന രാത്രിയായിരിക്കും. നിന്റെ ജീവിതം മാറ്റിയെടുക്കുന്ന രാത്രിയായിരിക്കും. കാരണം യേശു മതമില്ല, ജാതിയില്ല, സമുദായമില്ല, മനുഷ്യനെ നോക്കി പറയുന്നു അവൻ വിശേഷതയുള്ളവനാണ്. മത്തായി 10-ാം അധ്യായത്തിൽ വായിച്ച് മുന്നോട്ട് വരുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചന്തയിൽ 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? ആ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവനാണ്. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആകാശ വിരിമാറിൽ പറന്ന് നടക്കാൻ ചിറക് കൊടുത്ത്, ശ്രോത്ര കൊച്ചൊരു ജീവിയാണെങ്കിലും ശ്രോത്ര ചിറക് കൊടുത്ത് മനുഷ്യന്റെ തലക്ക് മീതെ പറന്ന് ജീവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതിനെ കെണിവെച്ച് പിടിച്ചിട്ട് കൂട്ടിലടച്ച് ചന്തയിൽ കൊണ്ടുപോയി വിലവേശി വിൽക്കുന്ന ശ്രോത്രം വികായസിൽ പറക്കേണ്ടതിനെ പിടിച്ചു കെട്ടി ബന്ധിച്ച് അതിനെ ശ്രോത്ര കാഴ്ച വസ്തുവാക്കുന്ന മനുഷ്യൻ കാശ് മേടിക്കുമ്പോൾ ചില്ലറയ്ക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പന ഇന്ന് രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഐഡന്റിറ്റി നോക്കുന്നില്ല, സ്വർഗം നോക്കുന്ന കൂട്ടിലടക്കപ്പെടാനല്ല, ആരുടെയോ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ലാഭമില്ല ചെയ്ത് മാറ്റിയിട്ട് നിന്നെ തുറന്നു വിടാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. എന്റെ കർത്താവ് പറയുന്നു, ഈ കുരികിനെ പൂട്ടിയതുപോലെ നിന്നെ പൂട്ടാൻ, നിന്നെ വിൽപ്പന ചരക്കാക്കാൻ, 2 എണ്ണത്തിന് 1 എണ്ണം ഓശാരം കൊടുക്കാൻ സ്വർഗം അനുവദിക്കുന്നുണ്ട്. എന്റെ അവസ്ഥ അറിഞ്ഞ് ഇടപെടുകയാണ്. നിനക്കൊരു കൊച്ചു ഞാൻ കുറച്ച് വിശദീകരിക്കാം, പക്ഷെ സമയം എന്റെ മുമ്പിലില്ല. ഇതിനെ പിടിച്ച് അകത്തിട്ടിട്ട് വിൽക്കിയ മനുഷ്യൻ ദൈവ വിൽപ്പന ചരക്കാകാനല്ലോ ഞാൻ ജീവിതത്തിൽ പറയാത്ത വ്യാഖ്യാനങ്ങളെ പറയുന്നത്. സ്വർഗം ഇന്ന് രാത്രി അതിനേക്കാൾ വിശേഷതയുണ്ട് മനുഷ്യന്. അവനെ ബന്ധികളയ്ക്കാൻ അനുവദിക്കില്ല, മറ്റൊരുത്തിന് ലാഭമാകാൻ നിന്റെ സന്തതിയെ വിട്ടുകൊടുക്കില്ല. അവൻ ഇന്ന് രാത്രി ചിലരെ ലാഭമാക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ വെളിപ്പാടുകൾ ഞാൻ പറയാം. ശ്രോത്രപ്പ കർത്താവ് പറഞ്ഞു, ആകാശത്ത് പറച്ചിട്ട് ചില്ലറയ്ക്ക് വിൽക്കുന്ന അടയ്ക്കപ്പെട്ട കുരികിലിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇതിനേക്കാൾ വിശേഷം. 12:12 ഇങ്ങനെയാ പറയുന്നത്, സ്തോത്രം ഉള്ളവനാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ട്. മനുഷ്യനിൽ വിശേഷതയുണ്ടെന്ന്
ഏറ്റവും അധികമായി കാണുന്നവൻ ദൈവമാണ്, ശേഷതയില്ലെന്ന്. അതുകൊണ്ട് അവർ തിരിച്ചു വിട്ടു. അപ്പം നിന്റെ കൊച്ചിന് തോന്നാൻ തുടങ്ങും, എനിക്ക് ഇങ്ങനെ ഒരുപാട് കഥകളിലേക്ക് പോകും. എന്നാലും തടയിലിട്ടുകൊണ്ട് ദൈവം പറയുകയാണ്, നിന്റെ സന്തതിക്ക് വിശേഷതയുണ്ടെന്ന് തെളിയിക്കുകയാണ്. വിരുത് തെറ്റിച്ച് കളഞ്ഞ ജീവിതം പാഴാക്കി കളഞ്ഞ ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി സ്വർഗം നോക്കിക്കൊണ്ട് പറയുകയാണ്, കേട്ടെ ആ സ്തോത്ര ഹല്ലേലൂയ. ആടിനെ മത്തായി 12:12 യേശു പറയുമ്പോൾ അവിടുത്തെ സംഭവം ഇതാ, ഒരു പള്ളിക്കകത്ത് ചെന്നു. അവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ദൈവശാപത്തിൻ്റെയും അല്ലെങ്കിൽ ഇവൻ്റെ പിതാക്കന്മാർ അതായിരുന്നു അവരുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് ഈ മനുഷ്യൻ പള്ളിയിൽ വന്നാലും ഇവൻ്റെ വൈകല്യം പുറത്തായി. 12-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെ, കർത്താവ് അവനോട് സ്തോത്രം അവനെ അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു. ഞാൻ കുറച്ച് ഉപദേശം ദൂതോടെ പറയാം, കേൾക്കണം. സ്തോത്രം. നിന്റെ കുറവ് ഇന്ന് വരെ ആരുടെ മുമ്പിൽ ആ വരണ്ട വിഷയം വെളിപ്പെട്ടില്ല. എന്നാൽ യേശു വന്ന അന്ന് സ്തോത്രം കുറവ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുന്നത് അപകടമാണ്. ആ കുറവ് കർത്താവ് ഹല്ലേലൂയ യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് വാസ്തവത്തിൽ കുറവുകൾ വെളിപ്പെടുന്നത്. പൊക്കത്തിൽ മാത്രം കുറവായിരുന്നു. സക്കായി അറിയല്ലേ, പൊക്കത്തിൽ ബാക്കി എല്ലാത്തിനും കുറവ് ഫീൽ ചെയ്തത് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ്. സക്കായി പെണ്ണ് കെട്ടാൻ നേരത്തെ ഈ കുറവൊരു കുറവായിരുന്നു. സർക്കാർ ജോലി കിട്ടിയിരുന്നു, ടാക്സ് കളക്ടർ അല്ലേ, മക്കൾ ജനിക്കാൻ ഇതൊരു കുറവായിരുന്നു. ഈ കുറവ് പ്രശ്നമായി. മനസ്സിലാവുന്ന രാത്രികാലം സ്വത്രം പറഞ്ഞിട്ട് പോകരുത്. സ്വത്രം നീ മിടുക്ക 7 പോയിന്റ് കിട്ടിക്കാണും, പക്ഷെ യേശുവിനെ കാണേണ്ട വരും. വെച്ച് അല്ലെങ്കിൽ അവിടെ വെച്ച് ഹല്ലേലൂയ കർത്താവിനെ കാണേണ്ട വരുമ്പോഴാണ് ഈ കുറവ് പറയും. കൊട്ടാരം പണിയാനൊന്നും ഈ കുറവ് ഒരു വിഷയമല്ല. ഈ കുറവും വെച്ചുകൊണ്ട് വേണമെങ്കിൽ എവിടെ വരെ യേശുവിനെ കാണണമെങ്കിൽ ഈ കുറവിന് പരിഹാരം വരണം. പടകിൽ കയറിയിട്ട് സ്വത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ അനന്തരം താൻ പാപിയാണ്, എന്നെ വിട്ടു പോണം. ഈ ആളുകളുടെ കൂടെ നടന്നപ്പോൾ ഇങ്ങനെ ഒരു കുറവ് തോന്നിയില്ലല്ലോ. സ്വത്ര തോന്നിയോ? ഞാൻ യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ ഇവന് തോന്നി, അയ്യോ ഞാൻ പാപിയാണ്. യേശുവുള്ള പള്ളിയിൽ വന്നാൽ അവന്റെ കുറവുകൾ വെളിപ്പെടുമെന്ന് മാത്രമല്ല, യേശു ഉള്ളിടത്ത് വന്ന സ്വത്രം ഇന്ന് രാത്രി കുറവുകൾ പരിഹരിക്കാൻ ഒരുവൻ ഈ ലോകത്തിൽ വന്നു. അവൻ പോണം. ഹല്ലേലൂയ സ്തോത്രം. നാളെ ഞായറാഴ്ചയാ. ഇവിടെ ചെല്ലുമ്പോൾ നിന്റെ കൊച്ചിന് തോന്നും, സ്തോത്രം നിനക്ക് തോന്നും കുറവുണ്ട്. അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ. അപ്പോൾ എല്ലാവരുടെയും നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി വെട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കോംപ്ലക്സ് പേടിക്കാൻ മുമ്പ് പരിഹരിച്ചിട്ടേ ഇരുത്തത്തുള്ളൂ. ഈ നാട്ടിൽ വിചാരിക്കണ്ട നാളെ മുതൽ ബൈബിള് കാണാതെ അല്ലെങ്കിൽ പള്ളി കൊണ്ട് വെച്ചിട്ട് ചന്തയിൽ പോകുമ്പോൾ പോകരുത്. ഒരു ചത്തോടെ ബൈബിള് നെഞ്ചത്ത് പിടിച്ച് വണ്ടി കയറി പോണം. കാരണം നീ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം വിടുതൽ തന്നിരിക്കും. എഴുന്നേപ്പിച്ചിട്ട് യേശു പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, പരീക്ഷന്മാരെ നോക്കി നിൽക്കുക. അപ്പോൾ യേശു പറഞ്ഞു, ആ കുപ്പായത്തിന്റെ സ്ലീവ് അങ്ങ് മാറ്റിയിട്ട് നിന്റെ കൈ ഇങ്ങ് നീട്ട്. വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ യേശു വിടുന്ന ലക്ഷണം ഇല്ല.
പക്ഷെ കർത്താവ് വിടിയല്ല, എഴുന്നേൽപ്പിച്ച കർത്താവ് വിടിയല്ല, കുറവ് തീർത്തിട്ടുള്ളൂ. ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ ട്യൂൺ മാറിയ നിങ്ങൾ കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. പറയുന്ന ഇന്ന് രാത്രി നിന്നെ ആരും അറിയാതെ നീ പാമ്പാടി സ്വത്ര പതുക്കെ രഹസ്യത്തിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യേശു നിന്നെ എഴുന്നേൽപ്പിച്ചു. നീ മോൻ എത്രയിരുന്നു? ഷാജിപ്പാസ് വന്നത് കൊണ്ടല്ല നിങ്ങൾ വന്നത്, ബ്രദർ യാക്കോബ് പാടാനുള്ളത് കൊണ്ടല്ല വന്നത്. സ്വത്ര ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പറയാ, എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം ഇരുത്തത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ പറ, എന്റെ ആരുടെയൊക്കെയോ ദൈവം ഇടപെടുന്നുണ്ട്. ദൈവമക്കളും ദൈവദാസന്മാരും ശക്ത ഇന്ന് രാത്രി തന്നെ സ്വർഗം ചേർന്ന് കണ്ടുവച്ചിരിക്കുക. ദൈവം എഴുന്നേൽപ്പിച്ചവൻ സ്വർഗം എഴുന്നേറ്റിരുന്നു. ബലഹീനത ഉണ്ടായിരുന്നു, ചീത്തപ്പേരായിരുന്നു, പക്ഷെ ദൈവം ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചാൽ അവൻ സകല കുറവുകളും പരിഹരിക്കും. പറയുന്നത് നിങ്ങളുടെ ഒരാട് കുഴിയിൽ വീണ ശബത്ത് ദിവസം നോക്കുമോ? നിങ്ങൾ 24 മണിക്കൂർ കഴിയാൻ നോക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ നാൽക്കാലി ആണെങ്കിൽ എനിക്ക് കൈവരേണ്ടവൻ വിശേഷതയുള്ളവനാണ്. യേശു ഇന്ന് രാത്രി നിന്നുണ്ടോ? ഹല്ലേലൂയ. പരീശനും കൂട്ടർക്കും അവന്റെ ആടാ വലുത്, എന്റെ യേശുവിനും നീയാ. പ്രസംഗമല്ല, ഇത് ജീവൻ തന്നവന്റെ വാക്കാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയും, നിന്റെ രക്തബന്ധങ്ങൾക്കൊന്നുമില്ല, അവർക്ക് അവരുടെ ഇമേജാ വലുത്, അവർക്ക് അവരുടെ സ്വത്താ വലുത്. എന്നാൽ എന്റെ യേശുവിനെ പിടിച്ച് മരിക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടുകയാണ്. ശന്തല ആത്മഹത്യകൾ മാറിപ്പോട്ടെ, ഇനി അതിവിടെ നടക്കരുത്. അല്ല, യേശു ഇവിടെയുണ്ട്. ഞാൻ ഈ പറയുന്നത്, ഹല്ലേലൂയ. ഒരു പിടി മണ്ണിന് വേണ്ടി സ്വത്രം 1 സെന്റ് ഭൂമിക്ക് അതിനെ നിന്നെ കൊന്നാലും വേണ്ടില്ല, ആ മണ്ണാ വലുത്. എന്നാൽ യേശുവിന് വലുത് മണ്ണല്ല. നാമത്തിൽ ഇന്ന് രാത്രി വിശേഷത ഉണ്ടാക്കാൻ സ്വർഗം വിശേഷതയുള്ളവരെ തേടി വന്നു. പിശാചും കൂട്ടരും അന്ധകാര ശക്തികളും ദുഷ്ടാത്മ കൂടെ വിശേഷത നഷ്ടപ്പെടുത്തിയവർക്ക് വിശേഷത മടക്കി കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ലോകത്തിലുണ്ടെങ്കിൽ കരമുയർത്തി ഒന്നോടെ നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഞാൻ സ്വർഗം വിട്ടിറങ്ങി വന്നത് മനുഷ്യനാണ് എനിക്ക് വലുത്. സ്തോത്രം. അവൻ കൈ നീട്ടി. മത്തായി എഴുതിയിരിക്കുന്നത്, കൈ നീട്ടിയപ്പോൾ അത് എത്ര മാച്ചിങ് എന്നറിയാമോ? എൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ഓർത്തേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നോടെ വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, 2 4 എത്രയോ ഉണ്ടാകട്ടെ, 2 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ 2 ഒരുപോലെയാകും. ഹല്ലേലൂയ. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് നിന്റെ ഇളയവനെയും അതുപോലെയാക്കാൻ കഴിയില്ലേ? ഇന്ന് രാത്രി സ്വർഗം ഇതുവരെ സ്വർഗം പറയുന്നു, ആ ഒരൊറ്റ വാക്ക് ഞാൻ പറയുന്നു, അത് മറ്റേതുപോലെയായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തു. നിന്റെ ജീവിത പങ്കാളി, നിങ്ങൾ 2 പേരും കൂടി കൂടുമ്പോഴാണ് കുടുംബമാകുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ഒരെണ്ണം നേരെ നിൽക്കുമ്പോൾ മറ്റത് വളഞ്ഞു നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിത പങ്കാളിയെ കൂടെ നിന്നെ പോലെയാക്കാൻ, മറ്റേതുപോലെയാക്കാൻ ദൈവം ഇതിനകത്തുണ്ട്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ വിശേഷത നശിപ്പിക്കുന്ന അടരാടി നിൽക്കുന്ന ശക്തികളോട് യേശു ഇന്ന് രാത്രികാലം അധികാരത്തോടെ ഇടപെടുകയാണ്. എത്ര പേര് സ്തോത്രം ചെയ്ത് സ്വീകരിക്കും? ഇനി നീ കരയേണ്ടി വരില്ല, ഇനി നീ കുറ്റം പറയേണ്ടി വരില്ല. നിന്നെ പോലെ മറ്റേതു പറഞ്ഞോണ്ട് ആരാധിക്കുക, പറഞ്ഞോണ്ട് ആരാധിക്കുക. ദൈവം വിടുതല തരികയാ, വിടുതല തരികയാ, വിടുതല തരികയാ.
ചേർന്ന് 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 നന്ദിയോടെ 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 വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് പറ, ഇല്ല, ഇന്ന് മുതൽ എൻ്റെ ഭവനം ഒരു മോഡൽ ഫാമിലി ആകും, എൻ്റെ കുഞ്ഞുങ്ങളൊരു മോഡൽ ഫാമിലി ആകും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സൃഷ്ടി നോക്ക്, ഒരു കാല് വലുതും ഒരു കാല് ചെറുതുമല്ല. രണ്ട് ചെവിയുണ്ട്, ഒരു ചെവി വലുതും ഒരു ചെവി ചെറുതുമല്ല. ഒരു കൈ നീളം കൂടിയതും ഒരു കൈ ചെറുതുമല്ല. രണ്ടും ഒരുപോലെ എന്ന ക്രമത്തിൽ ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തിലേക്ക് ദൈവം നോക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ പാപം നീങ്ങട്ടെ, ശാപം നീങ്ങട്ടെ, ജഡപ്രവർത്തികൾ നീങ്ങട്ടെ. ഹല്ലേലൂയ. നാളെ സഭായോഗമുള്ള ദിവസമാണ്. രണ്ടുപേരും ഒരുപോലെയാകട്ടെ, ഒരുപോലെയാകട്ടെ. ഒരാൾ പള്ളി പോകുകയും മറ്റാൾ പോകാതിരിക്കുകയുമല്ല, രണ്ടും ഒരുപോലെ. ദേശം വിടുവിക്കപ്പെടുന്നു, ദേശം വിടുവിക്കപ്പെടുന്നു. മഹാരാജാവ് എഴുന്നള്ളി വന്നിരിക്കുന്നു, സ്വർഗം ഇടപെടുന്നു. യേശു ഇന്ന് രാത്രികാലം വിശ്വാസത്തിന് നായകൻ. കുഞ്ഞ് ഒരു രാജ്യത്ത് പോയി ജയിച്ചു കയറി, ഒറ്റ പ്രാവശ്യം കൊണ്ട് പരീക്ഷ പാസ്സായി. നിന്റെ രണ്ടാമത്തെ കുഞ്ഞങ്ങനെ പാസ്സാത്രയിൽ അതും മറ്റേതുപോലെയായി. ആ വാക്കിന്ന് രാത്രി അടിവരയിട്ടോളണം. രണ്ടഭിപ്രായമില്ല, രണ്ട് നീളമില്ല, രണ്ട് സ്വഭാവമില്ല. യേശുവിന്റെ നാമത്തിൽ സ്വർഗം കെട്ടുകൾ പൊട്ടിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ആത്മവ്യാപ ആരാധിച്ച് ജയമെടുക്കുക. നന്ദി നന്ദി നന്ദി. അവിടെ വിജയമാണ്, അവിടെ വിജയമാണ്. സ്വർഗം പറയുന്ന രാത്രികാലം എലിസബത്തും സഖരിയാവും അവരിരുവരും എന്ന ക്രമത്തിൽ ഇന്ന് രാത്രി അസാധ്യതകളെ അടഞ്ഞ വഴികളെ തുറക്കാൻ അവരിരുവരും എന്ന ക്രമത്തിൽ സ്വർഗം ഇന്ന് രാത്രി ഇടപെടുകയാണ്. നിന്റെ വിശേഷത മടങ്ങി വരികയാണ്. അല്ലയോ ശുശ്രൂഷകന്മാരെ, കൃപാവരമുള്ളവരെ, ആ വിശേഷത വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ജീവൽ ശമേനിയ സന്തല റികൽക്കന ദുരവക്ഷരാദിയാര. സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. രത്നച്ചുരുക്കം, ഞാൻ സുവിശേഷത്തിൽ കയറി ഇറങ്ങിയ രത്നച്ചുരുക്കം നിങ്ങൾക്കുള്ള ദൂതും ചെയ്യാനുമല്ല. യഹൂദന്റെ പാളയത്തിൽ പല സ്തോത്രം മനുഷ്യൻ വിശേഷതയുള്ളവനാണ്. രണ്ടു പേരോട് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. കേൾക്കണേ. വെളിപ്പാടനുസരിച്ച് ഈ ലേഖനം എഴുതുന്ന സമയത്ത് മനുഷ്യകുലത്തെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യനെയും നോക്കിയിട്ട് പറഞ്ഞു, ആകയാൽ എന്ത്, മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല. സ്തോത്രം. അതിൻ്റെ കാരണങ്ങൾ താഴേക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ റോമാലേഖനത്തിനകത്ത് താഴേക്ക് നോക്കുമ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു പദം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. തീർന്നു. സ്തോത്രം. ആ വാക്ക് പച്ച മലയാളമാണ്, കൊള്ളരുതാ. ആ വാക്യം നോക്കിയാൽ ഇങ്ങനെയായിരിക്കും, കൊള്ളരുതാത്തവരെന്നല്ല, അൺപ്രോഫിറ്റബിൾ. ഒരു ബിസിനസ് ഭാഷയാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ലാഭമില്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ലാഭമില്ലാതെയായി മാറി. ജീവിച്ചിരുന്നത് കൊണ്ട് മനുഷ്യൻ ഭൂമിയെ ജീവിച്ചിരിക്കുന്നു, ഈ കാണുന്ന. പക്ഷെ ദൈവം അൺപ്രോഫിറ്റബിൾ. സ്തോത്രം. അപ്പൊ ദൈവം അങ്ങനെ ദൈവമല്ല ഇത് പറയുന്നേ. എന്താണ് ദൈവം? നിങ്ങൾക്കൊരു വാക്യം തരാം, അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടുമെന്നറിയാം. ദാവീദാണ് പറഞ്ഞത്, സങ്കീർത്തനം 30. കർത്തൃദാസന്മാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാക്യം ഇതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവമേ നിനക്കെന്ത് ലാഭം, ധൂളി നിന്നെ സ്തുതിക്കുമോ? ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ആ സങ്കീർത്തനത്തെ വിവേചിച്ച് മനസ്സിലാക്കാമെങ്കിൽ
ആ ചോദ്യം ചോദിക്കാനുള്ള പ്രാഗൽഭ്യത്തിനാണ് പ്രാധാന്യം. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് ജീവിച്ചിരിക്കുന്നതിൽ ദൈവസന്നിധി ലാഭമാണെന്ന് ദാവീദിന് കോൺഫിഡൻറ്റ്, പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തോടാണ് ചോദിക്കുന്നത്, നിനക്കെന്ത് ലാഭം? ദൈവം തിരിച്ചു ചോദിച്ചോ, ഈ എന്താ പറയുക, സ്തോത്രം, 5 ചാക്ക് അരിയും തിന്ന് 100 കോഴിയും തിന്ന് സ്തോത്രം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കെന്നെ ലാഭം ദൈവം ചോദിച്ചോ? ഇല്ല, തിരിച്ച് ചോദിച്ചില്ല. തിരിച്ച് ചോദിക്കാതെ ദൈവം രട്ടടിച്ച് കളഞ്ഞു. അതിനർത്ഥം എന്താ? സ്തോത്രം, നീ ജീവിച്ചിരിക്കുന്നത് ലാഭമാണ്. ഒരു യോഗത്തിന് വന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, രക്ഷപ്പെടാനുള്ള വഴി മുഴുവൻ പറഞ്ഞു തന്നിട്ട് പോവാം, ചില വയ്യാലും വേണ്ടില്ല. കേട്ടെ, ഒരു യോഗത്തിന് വന്നാൽ വന്നതൊരു ലാഭമാക്കണം. ആർക്ക്? ഒത്രാഴ്ച ഇടുന്ന കാര്യമല്ല പറയുന്നത്, ദൈവം കാണുന്നുണ്ട് ഇതെല്ലാം. സ്തോത്രം. പാടുമ്പോൾ ഒന്ന് കൂടെ പാടിയേല, കൈ അടിക്കേല, അടിച്ചാൽ തന്നെ ഒച്ച കേൾക്കുകയില്ല. എന്നാ ലാഭമുണ്ട്? സ്തോത്രം. ചെന്നിരുന്ന് കൊടുക്കുക. തിരിച്ച് ഞാൻ പറയാം, അരി മേടിക്കാൻ കാശില്ലെങ്കിലും വാടക കൊടുക്കാൻ കാശില്ലെങ്കിൽ ഈ പറയുന്നത് നാളെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു യോഗത്തിൽ പോയാൽ ആ സഭയ്ക്ക് നീ ലാഭമായിരിക്കണം, ദൈവത്തിന് ലാഭമായിരിക്കണം. പാട്ടിന് പ്പെടുത്താനാ ഞാൻ കൈ അടിക്കുന്നത്, ആളെ കൂട്ടാനല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. ആ മനസ്സ് വെച്ച് സ്തോത്രം, ആ തോന്നല് ദൈവത്തിന് ഉളവാക്കി കൊടുത്താൽ ഇന്ന് രാത്രി രട്ടഴിച്ചിട്ട് വീട്ടിൽ പോകാം. സന്തോഷം ഉടുപ്പിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നത് 30-ാം സങ്കീർത്തനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. അവന് 4 വേദി കൊടുത്തത്. ഈ വാക്യത്തിന്റെ പൊരുളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിലോ പുൾപിറ്റിലോ ശരീരമോ തൊണ്ണയോ ഒച്ചയോ ഒന്നും നോക്കാറില്ല. അതെന്റെ പോക്കറ്റിന് ലാഭമല്ല, സ്വർഗത്തിന് ലാഭമാകണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ വീട്ടിലിരുത്തിയല്ല. നിന്നെ രാജ്യങ്ങൾ, ആരോടാണ് ഞാൻ ദൂത് പറയുന്നത്? നിന്നെ രാജ്യങ്ങൾക്ക് ആവശ്യമായി വരും. ദൈവത്തിന് രാത്രി സ്വർഗം ചരിത്രം തിരുത്തി എഴുതുവാന്ന് എനിക്ക് തോന്നുന്നു. കർത്താവിന്റെ നാമത്തിൽ ഈ രാത്രികാലം പിശാചിന് നഷ്ടം. ആ ഒരു ക്രമത്തിൽ ഇന്ന് രാത്രി വീട്ടിൽ പോകാൻ ഒരുങ്ങുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഞാൻ അവസാനം ഒരു തീരുമാനം എടുപ്പിക്കാനൊന്നു. ഒരുപക്ഷെ ഈ അന്തരി നീ ഇവിടെ ഇരുന്നോണ്ട് ഇപ്പൊ തീരുമാനമെടുക്ക്. ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ലോകം നിന്റെ മേൽ ചാർത്തിയ എന്റെ ദൈവം ഇന്ന് രാത്രി അഴിക്കാൻ തുടങ്ങുകയാണ്. ധരിച്ചപ്പോൾ ദൂതനോട് പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം അഴിച്ചെടുക്ക്, എന്നിട്ട് ല്ല ഉത്സവ വസ്ത്രം ധരിപ്പിക്ക. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ നിങ്ങളെ നോക്കി വിവേചിക്കുന്നു. അല്ലയോ യോശുവായേ, ആണെങ്കിൽ സാത്താന്റെ വിമർശനങ്ങൾ, പിശാചിന്റെ കുറ്റാരോപണങ്ങൾ, അതിന്റെ നടുവിൽ നിന്ന് വസ്ത്രം മാറി നിന്നെ അനുഗ്രഹിക്കാൻ, അഭിമാനിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ചെയ്യുന്നു. വിശ്വസിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചാച്ചന്മാരൊക്കെ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് സ്തോത്രം, മനസ്സിലായല്ലോ? സ്തോത്രം, ഹല്ലേലൂയ. ഒന്നോടെ കേട്ടിട്ട് സാവകാശത്തിന് ബോധിച്ച സ്തോത്രം പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും കർത്താവ് വിടുതലുമായിട്ട് വരാം. ഇന്ന് രാത്രി ഇതിനകത്ത് കാര്യം പറയുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി നീ ലാഭമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവന്റെ അട്ടഴിച്ചു കളഞ്ഞു. അവനെ സന്തോഷം ഉടിപ്പിച്ചു. നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാ. ഒറ്റ വാക്യം വായിക്കാൻ പറ്റിയില്ല. മണി 9:30 ആവുകയും ചെയ്തു. സംസാരിക്കുന്നുണ്ട്. നിന്നുകൊണ്ട് 4 പോയിന്റും 5 വാക്കും വായിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ചിലരെ, ഈ നാട്ടിൽ ചിലരെ വിശേഷതയുള്ളവരാക്കി നാളെ റോട്ടിൽ ഇറക്കിയാൽ മതി. സ്തോത്രം. ഞാൻ സന്തോഷിച്ച് സ്തോത്രം ചെയ്ത് മടങ്ങിപ്പോക്കോളാം. അതിവിടെ രാത്രി ദൈവം
ദാവൂദിന്റെ വരവ് കാണുമ്പോൾ അറിയാം ഇത് കറങ്ങിച്ചിറ്റി ആകാശത്ത് കൃപ 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 കൃപ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവ്. നിങ്ങൾക്കറിയുമോ, ദാവീദിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് അല്പം കൂടി പോയി നിർത്താം. സ്തോത്രം. ദാവീദ് ദൈവത്തിന് ലാഭമാ നിർത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പലരെയും തട്ടിക്കളഞ്ഞു. ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി കഴുത നഷ്ടപ്പെട്ട് കറങ്ങി നടന്നവനെ പ്രവാചകന്റെ വീട്ടിൽ കൊണ്ട് കയറ്റി വയറ് നിറച്ച് ആഹാരം കൊടുത്ത് അഭിഷേകം കൊടുത്തിട്ട് ഇസ്രായേലിന്റെ രാജാവാകണമെന്നും പറഞ്ഞ് ഗോത്രം മാതി യഹൂദാ ഗോത്രത്തിന് അവകാശമായിരുന്ന രാജകീയ പദവി ബെന്യാമീനല്ല, ഗോത്രം മാറി അഭിഷേകം കൊടുത്തത് അവന്. വേദപുസ്തക ചരിത്രത്തിൽ ജന്മം കൊണ്ട് കിട്ടാത്തത് ഭാഗ്യം കൊണ്ട് കിട്ടിയതിൽ ഏറ്റവും അഗ്രഗണ്യനായി ശൗല്. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. കാരണം രാജകീയ ഗോത്രം യഹൂദാ ഗോത്രമാണ്. ബെന്യാമീൻ ഗോത്രവും വീടൊന്നും നോക്കണ്ട, ആ വരുന്നവനെ അങ്ങ് രാജാവാക്കിയേക്കാൻ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്തു. രാജസ്ഥാനത്തിരുന്നു കൊണ്ട് ശൗല് ദാവീദിനോട് പോരാടി. 13 ലാഭമുള്ളവനെ നിർത്തുക, മറ്റവനെ തട്ടുക. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗം ചിലരെ പറിച്ചു മാറ്റും. ദൈവത്തിന് ലാഭമുള്ളവനെ ദൈവം നിർത്തും. ഞാനൊരു ദാവീദിന്റെ കൂടെ രാജഭരണത്തിൽ അഗ്രഗണ്യനായിരുന്ന അഖീതോഫേൽ പറഞ്ഞ ഒരു അസാധാരണ ജ്ഞാനിയുണ്ട്. അദ്ദേഹം പറഞ്ഞ ആലോചനയ്ക്ക് പറയേണ്ട വരില്ല, അതുപോലെ അതിൽ പറഞ്ഞതാണ്. ദാവീദിന്റെ കൂടെ രാജഭരണത്തിൽ സ്തോത്രം നിന്നവനാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ കൂടെ നിന്ന് കൂറുമാറിയിട്ട് ദാവീദിന്റെ, നമ്മുടെ മലയാളിയുടെ ഭാഷയെ പറഞ്ഞ പാര വയ്ക്കാൻ തുടങ്ങി. സ്വന്തം കുടുംബം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ദൈവം പറയുന്നത് പോലെയാണ്. പക്ഷേ നോക്കി അഖീതോബേൽ നിമിത്തം ഒലൂമലയുടെ മോളിൽ പോയിരുന്ന കണ്ണുനീരോടെ പെൺപിള്ളേര് കരയും, പെൺകൊച്ചുകൊണ്ട് പിണങ്ങരുത് കേട്ടോ പോലെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദാവീദ് എന്ന രാജാവ് താഴെ വക്രബുദ്ധി കൊണ്ടാളെ കൂട്ടി ദാവീദിനെ തിരിച്ചു വരുത്താതിരിക്കാൻ വേണ്ടി കുടില തന്ത്രങ്ങൾ ഒരുക്കുന്ന അഖീതോഫേൽ ഇവരെ രണ്ടുപേരെയും കൂടി സ്വർഗത്തിന്റെ ത്രാസിൽ തൂക്കി. ദൈവത്തിന്റെ ത്രാസിൽ തൂക്കുമ്പോൾ ബുദ്ധി കൊണ്ട് കേമൻ അഖീതോഫേലാണെങ്കിലും ജീവിതം കൊണ്ട് ദൈവത്തിന് ലാഭം ദാവീദാണ്. സ്വർഗം നിശ്ചയിച്ചു, ബുദ്ധിമാനെ തട്ടിക്കളയുക, കണ്ണീരും പ്രാർത്ഥനയും ഉള്ളവനെ നിലനിർത്തുക, അവനാണ് ദൈവത്തിന് ലാഭം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം രണ്ടും കൽപ്പിച്ച് അരമുറക്കി ഇറങ്ങിയ ഒരു രാത്രിയാണിത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ സങ്കോചം കൂടാതെ പ്രസംഗിക്കുന്നു. സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ ലാഭമാക്കാൻ, വിശേഷതയുള്ളവരാക്കാൻ സ്വർഗത്തിലെ ആത്മാവ് ഈ രാത്രി ഇവിടെ വ്യാപരിച്ചു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവസാന വാക്കിലേക്ക് വരാൻ കേട്ടെ. സ്തോത്രം. 3 ദാവീദിന്റെ മക്കളിൽ ഏറ്റവും മിടുക്കനും മിടുമിടുക്കനും കോമളനും സുന്ദരനും അതികായനും അപ്പനേക്കാൾ ഹൃദയത്തിന് ഉറപ്പുള്ളവനായിരുന്നു അബ്ശാലോം. ദാവീദിന്റെ 19 മക്കളാണ്. 8 ഭാര്യമാരിൽ 19 മക്കളാണ്. സ്തോത്രം. ഈ 19 മക്കളിൽ പേഴ്സണാലിറ്റി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏറ്റവും സുന്ദരൻ, സുമുഖൻ, അപ്പനേക്കാൾ രാജ്യം ഭരിക്കാൻ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലക്ഷന് മുമ്പ് ഇവിടുത്തെ ചാനലുകാരും പത്രക്കാരൊക്കെ ഔപചാരികമായിട്ട് എക്സിറ്റ് പോൾ എടുക്കും. സ്തോത്രം. ഇപ്പം ഇന്നോരാ ഭരിക്കുന്നത് ഇപ്പോഴെ തന്നെ വരാൻ തുടങ്ങി എന്നതുപോലെ ഇസ്രായേലിലെ എക്സിറ്റ് പോളിൽ സ്തോത്രം ഭരിക്കാൻ കേമൻ ഇവരിൽ അബ്ശാലോമാണ്. ഇതിൽ നിഗളിച്ച് അബ്ശാലോം ദാവീദ് നാട് നീങ്ങുന്നതിനേക്കാൾ മുമ്പ് അപ്പൻ അധികാരത്തിലിരിക്കുമ്പോൾ അപ്പനെ അധികാരമോഹത്തോടുകൂടി അബ്ശാലോം അഹീതോഫേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്തോത്രം വീടിനകത്ത് അപ്പനെ തിരോധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടു. ദാവീദ് അതിൽ കിടുങ്ങിപ്പോയി. 3-ാം സങ്കീർത്തനം എഴുതിയത് ആ പശ്ചാത്തലത്തിലാണ്. 3-ാം സങ്കീർത്തനത്തിനകത്ത് നാട്ടുകാർ പറഞ്ഞൊരു വാക്കുണ്ട്,
ഇനി അവൻ യഹോവയിങ്കൽ പോലും രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കർത്തൃദാസന്മാർക്കെങ്കിലും പിടികിട്ടിയോ? സ്തോത്രം. സിംഹം വന്നപ്പോൾ അവൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു, കരടി വന്നപ്പോൾ രക്ഷപ്പെട്ടു, ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പോൾ സ്വന്തം മോനാ ശത്രുവായിരിക്കുന്നത്. ഈ കൈക്ക് അപ്പം പോക്ക എന്നല്ലേ പറഞ്ഞത്? യഹോവ നോക്കിയാൽ പോലും ഇനി രക്ഷപ്പെടില്ല എന്ന് നാട്ടുകാർ വിലയിരുത്തി. ചെരിപ്പിടാതെ തലയിൽ തുണിയിട്ടുകൊണ്ട് മോനെ പേടിച്ച് ഈ അപ്പൻ, രാജാവെന്ന് പറയുന്നില്ല, ഈ അപ്പൻ സ്തോത്രം വീട് വിട്ട് ഓടിപ്പോയി. അവിടെ പോയിരുന്ന് കരയുന്നത് അബ്ശാലോമിനെ തട്ടിക്കളയാനല്ല. അഖീതോഫേലുമുണ്ട് എൻ്റെ മോനെ വശീകരിച്ചവരുടെ കൂട്ടത്തിലെന്ന് കേട്ടപ്പോൾ കരയുക. സ്വർഗത്തിലെ ദൈവം തൂക്കി നോക്കി. യൗവനയുക്തനായ ആയുസ് കൂടുതലുള്ള സുമുഖനും സുന്ദരനുമായിരിക്കുന്ന ഇരട്ടച്ചങ്കനായിരിക്കുന്ന അബ്ശാലോം ജീവിച്ചിരിക്കുന്നതാണോ? തലമുടി നരച്ച് പാട്ടും പാടി പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലിരിക്കുന്ന ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ ദൈവത്തിന് ലാഭമെന്ന് ദൈവത്തിൻ്റെ ത്രാസിൽ തൂക്കി ദൈവം. ഉടാരബാന ശംദനരഗദന. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ത്രാസ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ത്രാസിൽ ദൈവം തൂക്കിയപ്പോൾ ദൈവം വിധി എഴുതി. സുന്ദരനും കോമളനും ആരോഗ്യ ദൃഢഗാത്രനുമാണെങ്കിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ലാഭം ദാവീദാണ്. അതുകൊണ്ട് അബ്ശാലോമിനെ തട്ടിക്കള, ദാവീദിനെ നിലനിർത്ത. ഏത് വലിയ മോനാണെങ്കിലും ദൈവത്തിന്റെ വിധി വന്നാ പിന്നെ രക്ഷയില്ലാട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അബ്ശാലോം അപ്പം പറഞ്ഞാൽ കേൾക്കാത്തൊരു ഫാഷൻ ബോയ് ആയിരുന്നു. മുടിയൊക്കെ പെൺപിള്ളേരെ പോലെ നീട്ടി വളർത്തി ഫേഷ്യലും ചെയ്ത് നടന്നൊരു ചെറുക്കനായിരുന്നു. സ്തോത്രം. ഹോഴ്സ് റൈഡിങ്, കുതിര സവാരി ഭയങ്കര ഇഷ്ടമുള്ളവനായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ കുതിരപ്പുറത്ത് കയറി പറപ്പിച്ച് പോകുമ്പോൾ അവൻ്റെ മുടി പെൺകുഞ്ഞുങ്ങളുടെ മുടി പാറുന്നത് പോലെ, ഷാമ്പൂ ഇട്ട് പാറുന്നത് പോലെ പാറി നിന്നു. സ്തോത്രം. ഹാലൽ. ആരും തൊടാതെ അവൻ പറന്നു പോകുന്ന വഴിക്ക് ഒരു കരിവേലകത്തിൻ്റെ കൊമ്പ് ചാഞ്ഞു നിന്നു. കുതിര അതിൻ്റെ അടിയിലൂടെ പാഞ്ഞു പോകുമ്പോൾ പാറിപ്പറന്ന മുടി കരിവേലകത്തിൻ്റെ കൊമ്പിൽ ചുറ്റി. സ്തോത്രം. കുതിര അറിയാതെ കുതിര അവനെ ഇട്ടിട്ട് ഓടിപ്പോയി. ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ കരിവേലക കൊമ്പിൽ മുടി ചുറ്റി കിടക്കുന്നവനെ പുറകെ വന്ന ശത്രു സൈന്യം നെഞ്ചത്തേക്ക് 3 കുന്തം കുത്തിയിറക്കി. അയ്യോ, ഇന്ന് രാത്രികാലം ഞാൻ ഭയത്തോടെ പറയാം, സ്വർഗത്തിന് ലാഭമുള്ളവന് നേരെ കരു നീക്കിയാൽ സ്വർഗത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് രാത്രി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട്, കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവത്തിന് ലാഭമുള്ളവന് തുടരുത്. അവനെ വെച്ചേക്കണം. അവനെതിരെ നീങ്ങുന്നത് നിനക്ക് നാശമാണ്. അയ്യോ ദൈവമേ, 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 യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആർക്കും ശല്യമില്ലാതെ ഹല്ലേലൂയ പാട്ടും പ്രാർത്ഥനയും ഉപവാസവുമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു പോകുന്നവൻ നിനക്ക് നാണക്കേടായിരിക്കും, പക്ഷെ സ്വർഗത്തിന് ലാഭമാണ്. ഇന്ന് രാത്രികാലം നിന്റെ വീടിന്, നിന്റെ അയൽവക്കത്ത് പാട്ടും തമ്പേറും നിനക്കൊരു അരോചകമായിരിക്കും, പക്ഷെ അവൻ സ്വർഗത്തിന് ലാഭമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഏത് അബ്ശാലോമാണെങ്കിലും ഇന്ന് രാത്രി കേട്ടോളണം, ദൈവത്തിന് ലാഭമുള്ളവന് നേരെ കൈ ഉയർത്തരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. 4, ആ കാലഘട്ടത്തിൽ ആ നാട്ടിലെ ഏറ്റവും ശക്തനായ കോടീശ്വരൻ, ബഹുസമ്പന്നൻ, ശതകോടീശ്വരൻ എന്ന് പറയാം, നാബാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ചെമ്മരിയാടുകളെ വളർത്തി ആണ്ടിൽ 2 പ്രാവശ്യം ആയിരക്കണക്കിന് ആടുകളെ വളർത്തി അതിൻ്റെ രോമം കത്തിരിച്ച് ആണ്ടിൽ 2 പ്രാവശ്യം അത് വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള മഹാസമ്പന്നനായിരിക്കുന്ന ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ദിവസം സ്തോത്രം, ആ പഞ്ചായത്തിലെ മുഴുവൻ ആടുകൾ വീട്ടിൽ കഞ്ഞി വെക്കണ്ട. സ്തോത്രം. ഈ നാബാലിൻ്റെ വീട്ടിലാണ് അവർക്ക് ആഹാരം. ഇപ്പം നാട്ടുകാർക്ക് നല്ലവനാ, നാട്ടുകാർക്ക് മുഴുവൻ ആഹാരം കൊടുക്കുന്ന നല്ലവൻ. കാട്ടിൽ അറിയുന്ന ദാവീദ് വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയിട്ട് തൻ്റെ ഭൃത്യന്മാരിൽ 2 പേരെ നാബാലിൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ദാവീദ് കാട്ടിൽ അലയുകയാ, ഒട്ടിയ വയറുമായി നടക്കുക. ദാവീദ് പറഞ്ഞയച്ചു. താഴ്വാരത്തിൽ തീ പുകയുന്നതും ആൾക്കൂട്ടവും കണ്ടപ്പോൾ മലഞ്ചെരുവിൽ നിന്ന്
ദാവീദ് പറഞ്ഞയച്ചു, വയറ് വിശന്നിട്ട് 2 പൊതി ചോറ് തന്നു വിടണം. നാബാൽ ആക്ഷേപിച്ചിട്ട് പറഞ്ഞു, യജമാനന്മാരെ അനുസരിക്കാത്ത തുമ്പുകെട്ട അമ്മമാർക്ക് ഇവിടെ ആഹാരമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിറക്കി വിട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വീട്ടിൽ കയറി വന്നവനെ അവൻ്റെ പരിയമ്പുറത്തൊരു പഞ്ചായത്തിലെ ആളുകൾ മൂട് തിന്നിട്ട് ഇല കൊണ്ട് കളഞ്ഞ് എച്ചില് മതിയായിരുന്നു. അത് കൊടുക്കാതെ ധാർഷ്ട്യത്തോടെ ദൈവം അഭിഷേകം ചെയ്ത് നിർത്തിയവൻ്റെ ഗതികേടിൻ്റെ കാലത്ത് അവൻ്റെ വ്രണത്തിലേക്ക് കുത്തിക്കൊണ്ട് അവന് വിരോധമായി അവൻ്റെ ആ ഹല്ലേലൂയ അങ്കണത്തിനകത്ത് വെച്ച് പറഞ്ഞ വാക്ക് സ്വർഗം കേട്ടു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ 10 ദിവസം കൊടുത്തു. അഹങ്കാരത്തിന് നാട്ടുകാർക്ക് ആഹാരം കൊടുക്കുന്ന നാബാൽ എന്ന ബഹുസമ്പന്നനെയും വിശപ്പ് കൊണ്ട് ദാവീദിനെയും കൂടെ സ്വർഗം തൂക്കി നോക്കി. ആ തൂക്കത്തിനകത്ത് ദൈവത്തിന് ലാഭട്ടെ. ദൂത് പോയപ്പോ എഴുതി കൊടുത്ത വാക്യങ്ങളൊക്കെ വായിക്കാൻ ആന്റി തയ്യാറായിരുന്നതാ. സോറി, അടുത്ത കൺവെൻഷന് വിളിക്കുവാണെങ്കിൽ അന്ന് എല്ലാ വാക്യം വായിപ്പിക്കാം. സ്തോത്രം. കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റിയില്ല. അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്നോട് നിങ്ങളിൽ ചിലരെ ദൈവത്തിന് ലാഭമാക്കാൻ പോകുകയാ. നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ വിശേഷതയുള്ളവരാക്കാൻ പോകുക. ഭാരമുള്ളവരും ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിച്ചോളണം. സ്തോത്രം. ആർക്കും വിശേഷതയില്ലാതെ 3 കൊല്ലം സ്തോത്രം. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കണ്ണുനീരുള്ളവർക്ക്, രോഗമുള്ളവർക്ക്, കുടുംബം തകർന്നവർക്ക്, ഒരു ലാഭമാകണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും സ്വർഗം ലാഭമാണ്. ഉടനെ രാത്രി ഞാൻ ആശംസിച്ച് പ്രഥമ ദിവസങ്ങളിലെ കൺവെൻഷനാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ ആഴ്ചയിലെ എല്ലാ കൺവെൻഷനിലും ഞാൻ ദൂത് ആശംസയായി പറയാം. പങ്കട ദേശത്തിന് മാർക്കും ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഓൺലൈനിൽ വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ആശംസ. 24 സ്തോത്രം. സഭാ രാഷ്ട്രീയത്തിനും കുതികാലിവെട്ടിലിനും കാരണ കൃപാവരങ്ങളാൽ സ്വർഗം നിന്നെ അലങ്കരിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കും. അയ്യോ, അവരുടെ പക്ഷം ചേരരുത്. കൂടെ നിൽക്കണോ? നിന്നിട്ട് നീ ദൈവസന്നിധിയിൽ പറയണോ, വിശേഷതയുള്ളവനായി ജീവിച്ചു മരിക്കാൻ സ്വർഗത്തിന്റെ കൃപ എനിക്ക് വേണം. എൻ്റെ മക്കളുടെ മുമ്പിൽ, എൻ്റെ സഭാവിശ്വാസികളുടെ മുമ്പിൽ വിശേഷത മരിക്കണം. ഞാൻ ദൈവത്തിന് ലാഭമാകണം. 2 ചോദ്യങ്ങളോടെ ഇരുളിന്റെ മറവിലോ വീടിന്റെ അങ്കണത്തിലോ മുറ്റത്ത് കസേരയിട്ടോ നിങ്ങളിരുന്ന് സന്ദേശം കേട്ടെങ്കിൽ ഒരു വിശേഷതയില്ലാതെ ജീവിച്ച് തീരരുത്. നീ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരിക്കും, ബിലോ ആവറേജ് ആയിരിക്കും. പക്ഷെ ജന്മഗ്രഹം നോക്കാതെ നിന്നെ എനിക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ പിന്നാമ്പുറങ്ങൾ ദൈവത്തെ ഇന്ന് രാത്രികാലം മുറുകെ പിടിക്കണം. ജഡ വിശ്വസ്തനെണ്ണി സ്വർഗം നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. നീ ഒരു ലാഭമാണ്. ദൈവമക്കളുണ്ടെങ്കിൽ അവർ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത്രയും ആളുകൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ കരം ഉയർത്തിവരെ സമയത്ത് ആരും പുറത്തേക്ക് പോകരുത്. സ്തോത്രം. ഈ പ്രാർത്ഥന നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്. അർത്ഥം, നിങ്ങൾ ടൈമൊക്കെ ശരിയാണ്, വാച്ചും ക്ലോക്കൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നടത്തുന്ന പോലെയാ, പിണങ്ങിപ്പോകുന്നത് പോലെയാ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ പോകാവൂ. എഴുന്നേറ്റ് നിന്ന് കണ്ണുകളെ അടക്കി. മക്കളെ നൊന്തുപറ്റ അമ്മമാർ ഇതിനകത്തുണ്ട്. മുണ്ട് മുറുക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന, കടം മേടിച്ച്
നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ തലമുറ വിശേഷതയുള്ളവരാകണം. താനാണ് മാനവരാശിക്ക് സംഭവിച്ച സകല നഷ്ടങ്ങളും കാൽവരി ക്രൂശിൽ വെച്ച് എല്ലാം ആള് മാറിയിട്ടുണ്ട്. അവർക്ക് വിശേഷത ഉണ്ടായിട്ടുണ്ട്. അവരിൽ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ വലിച്ചെടുത്തു. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഭൂമിയിൽ നിന്നൊരു കൈ അങ്ങ് നീളുവല്ല, സ്വർഗത്തിൽ നിന്നൊരു കരമിറങ്ങി വരും. കിടക്കുന്ന പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കും. കടഭാരത്തിൽ നിന്ന് പൊക്കിയെടുക്കും. നഷ്ടങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കും. നീ കിടക്കുന്ന ശാപത്തിൽ നിന്ന് പൊക്കിയെടുക്കും. ആ കരം നിന്നെ തൊടു. നിന്റെ രക്തടിച്ചു കളയോ. നിന്നെ ഒരു ലാഭമാക്കോ. ചേർന്ന് സ്വത്രം ചെയ്യ. ധൃതി പിടിക്കരുത്. കണ്ണുകൾ അടച്ച് നന്ദിയോടെ പറ, കർത്താവേ, ഞാൻ പഠിച്ചതാണ്, എന്റെ പഠിച്ചതാണ്, പക്ഷെ ഞെരുക്കമാണ്, പ്രയാസമാണ്. ഞാൻ ഉപവാസമാണ്, പക്ഷെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്പാ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചും കൈകൾ മലർത്തിയും അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന സകല ആളുകളെയും ഈ ദൂതിന് തക്കവണ്ണം ഞങ്ങളുടെ കഞ്ച പൈശാചിക വ്യാപാരങ്ങൾ വെട്ടേറ്റ് താഴെ വീഴട്ടെ. നീ ഒരു ലാഭമാകണം. ദൈവം ഈ കരമടിക്കുന്നവരെ, അന്യഭാഷ പറയുന്നവരെ, ആരാധിച്ചു നിൽക്കുന്നവരെ ദൈവം ലാഭമാകണമേ. ഇവര് വിശേഷതയുള്ളവരാകണമേ. ആടിനേക്കാൾ ആകാശ പറവയെ സ്വർഗമത് ചെയ്യുന്നതിന് നന്ദി. ദൈവം പ്രവർത്തിക്കുന്ന നന്ദി. കന്നഡ ദേശത്തിനായി സ്തോത്രം. പ്രയർ ഗ്രൂപ്പിനായി സ്തോത്രം. ഇന്ന് രാത്രി വന്നവർക്കായി സ്തോത്രം. കരഞ്ഞവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. അങ്ങവരെ കാണണമേ. അങ്ങവരുടെ മേൽ കൃപ പകരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗം വിടുവിക്കുന്നതിനായി സ്തോത്രം. നന്ദി പറയുന്നു. ഒരുമിച്ച് ചേർന്ന്